പണമായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടേ ഇല്ല. സത്യമായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. നമ്മുടെ വേദന മാറുകയെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതിന് ₹1 പോലും വാങ്ങിക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നടുവേദനയ്ക്ക് ഒത്തിരി നാളായിട്ട് MRI എടുത്ത്, അപ്പം MRIയിൽ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഡിസ്കിന്റെ പ്രോബ്ലമാണെന്ന് പറഞ്ഞു. ആലപ്പുഴ ചേർത്തല ഇവിടെ ഒന്നും ഇല്ല ഈ ട്രീറ്റ്മെന്റ്. നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല. എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അവർക്ക് ആശ്വാസം പഠിക്കാൻ വേണ്ടി അമ്മ അച്ഛനും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് നടുവേദനയാണ്. നടുവേദനയുണ്ട്. നടുവേദന തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 5-6 വർഷമായി. എന്തുകൊണ്ട് ഇവിടെ വരാൻ? എൻ്റെ കൂട്ടുകാരന് അവൻ വണ്ടി വന്ന് വീണിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു, നല്ല നടുവേദനയായിരുന്നു. അവൻ വന്നിട്ട് അവൻ മാറി, പിറ്റേ ദിവസം മാറി. ഇന്നലെയും വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്. അവൻ 100% നീ പൊക്കോ. അദ്ദേഹത്തിന് എത്ര നാളുണ്ടായിരുന്നു ഈ വേദന? അവൻ 5-6 വർഷമായിട്ടുണ്ട്. ടിപ്പറിന്റെ മേളിൽ നിന്ന് വീണതാണ്. ഈ 2 ദിവസം കൊണ്ട് ബെൽറ്റും കെട്ടുന്നില്ല, ഒന്നും കെട്ടുന്നില്ല. വേദനയ്ക്ക് ഒരുപാട് ആശ്വാസം പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ മാനന്തവാടിയിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. അനുഭവസ്ഥരുണ്ട്. അവിടെ എനിക്കൊരു 4-5 സുഹൃത്തുക്കൾ വന്ന് ഇവിടെ ഭേദപ്പെട്ടു പോയി. നമസ്കാരം, ഞാനിപ്പം നിൽക്കുന്ന പുത്തൂർ SN പുരമാണ്. അതായത് നമ്മുടെ ആദ്യ വീഡിയോയിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ, അതായത് ഹോസ്പിറ്റലിൽ പോവുകയോ പൈസ ചിലവാക്കാതെയോ നടുവേദന, അതായത് മനുഷ്യർക്ക് നടുവേദന എന്ന് പറയുന്ന ഒരു കൂടപ്പിറപ്പാണ്. അതായത് ഈ നടുവേദന എത്ര പഴകിയ നടുവേദനയായാലും 5 പൈസ ചിലവില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ബിന്ദു ചേച്ചി. അതായത് ബിന്ദു ചേച്ചിയുടെ വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. അതിന് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ₹1 പോലും നമ്മൾ കൊടുക്കേണ്ട. നമ്മൾ ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും കാണിക്കായിട്ടാണ് ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ വഞ്ചി. ആ വഞ്ചിക്ക് അത് കൊടുത്താൽ മതി. ഇത് ദൈവികമായിട്ട് കിട്ടിയ ഒരു ശക്തിയാണ്, അല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. വാഴപ്പോളയെ ട്രീറ്റ്മെൻറ്റ് ഇല്ലയോ? അങ്ങനെയല്ലയോ? വാഴപ്പോളയെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അന്നേരം ബിന്ദു ചേച്ചിക്ക് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് ആളുകൾ വരുന്നുണ്ട്. അതായത് ഇവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയ ഒരു ശക്തിയാണല്ലേ, അമ്മയിൽ നിന്ന് കിട്ടി, ഇങ്ങനെ കുടുംബപരമായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ 6 മക്കളിൽ 5ാമത്തെ എനിക്ക് മാത്രമേ ഉള്ളൂ. അതെ, അതെ. ഈ ശക്തി കിട്ടി എന്ന് എങ്ങനെ അറിയാൻ പറ്റി? ഇതെന്ന് വെച്ചാല് എൻ്റെ അമ്മ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞു, വേറൊരാൾക്ക് ഇതുപോലെ വേദന വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പോള പിടിക്കാൻ. അന്ന് അമ്മയ്ക്കില്ല, ചിക്കൻ കൂനിയായിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് എണ്ണിക്കാൻ വയ്യാതായി. അമ്മ ഇങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പം എന്നോട് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് അമ്മ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ തന്നെ ചെയ്തു പോകുമെന്ന് പറഞ്ഞു. അതേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ശക്തി ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? തെളിവുകളേ ഉള്ളൂ ഇവിടെ. ഇവിടെ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നുവെച്ചാൽ നമ്മളിവിടെ ഇവിടെ വെച്ചാൽ നമ്മൾ പോള പിടിക്കുന്നത്. അവിടെ തന്നെ ഉണ്ട് ഒരു സ്വർണ്ണ സർപ്പം ഇവിടെ വന്നിട്ട് അതേപോലെ കയറി പോവുകയും ചെയ്ത്. പിന്നെ ഇവിടെ ഒരുപാട് ഇവരൊക്കെ വരുന്നുണ്ട്, പ്രശ്നക്കാരി മന്ത്രവാദികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന്, ജ്യോതിഷന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞു ഇവിടെ എന്തോ ഒരു ശക്തി ഉണ്ട്. അവർക്കൊക്കെ നിൽക്കാൻ ഒരു ഭയം പോലെ ഉണ്ട്. ചേച്ചിയുടെ ആഹാരക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ? എന്ന് വെച്ചാൽ നമ്മളിവിടെ പച്ചക്കറികള് അതൊക്കെ ഉള്ള ആഹാരം മാത്രമേ, ചോറ് മാത്രമേ. മീനും മാംസം മീനൊന്നും നമ്മൾ എന്തുകൊണ്ടാണ് കഴിക്കാതെ? അത് എന്തോ ഒരു മനമറപ്പുണ്ട്. വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയാണോ? ഇല്ലല്ല, എനിക്കും അങ്ങനെ കഴിക്കാൻ. ഞാൻ കഴിക്കാത്തോണ്ട് ഇപ്പം വീട്ടിലുള്ളവരാരും കഴിക്കത്തില്ല. ഇതിന്റെ മണം കേൾക്കുമ്പോൾ ഓക്കാനിക്കാൻ വരും. അങ്ങനെയുണ്ട്. ഈ ചികിത്സിക്കുമ്പം സാധാരണ ഇങ്ങനെ വൈദ്യന്മാരൊക്കെ പറയുന്നേക്കാം, ചികിത്സിക്കുമ്പം ഭേദമാകുമ്പം അവർക്കൊരു തളർച്ച ഉണ്ടാവും പറയുന്നേക്കാം. ശരീരം വല്ലാതെ വരുന്നുണ്ട്. കാരണം അവര് പോള പിടിച്ചോണ്ടിരിക്കുമ്പോ അവർക്ക് ഈ കണ്ണുദോഷം ഉണ്ടാവുമ്പോ എനിക്ക് ദേഹത്ത് തൊടുമ്പോ എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്റെ ശരീരം മൊത്തം അങ്ങ് കുഴയും. ഈ വേദന മാറുന്ന ചേച്ചിക്ക് അറിയാൻ പറ്റുന്നുണ്ട്? അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പോള എടുക്കുന്നവരനുസരിച്ച് വേദന ഇളകി വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ രോഗം മാറുന്ന രോഗിക്കും അറിയാം, ചേച്ചിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഈ രോഗം പിന്നെ എത്ര വഴുകിയാലും പ്രശ്നമില്ല, മാറും. നമുക്ക് നടുവേദന മാത്രമല്ല, ബാക്കിയുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. നമ്മള് ബെരിക്കോസിനൊക്കെ എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മള് നട്ടന്റെ എന്ത് വേദന ഉണ്ട്, ശരീരത്തിൽ എവിടെ വേദന ഉണ്ടോ അവിടെയൊക്കെ ഞാൻ തൊട്ടാ. നമ്മള് ആഴ്ച ഇപ്പം 2 ദിവസമുള്ളൂ, നേരത്തെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അല്ലേ? ശനിയാഴ്ചയും ഞായറാഴ്ചയും. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് പുത്തൂർ ജംഗ്ഷനിൽ ഹോസ്റ്റലുകളും വീടുകളും ഒക്കെ അല്ല, ലോഡ്ജൊക്കെ ഉണ്ട്, അവിടെ താമസിക്കാം. അതെ, നമുക്ക് ട്രീറ്റ്മെന്റ് എത്ര ദിവസമാണ്? 2 ദിവസം. ശനിയാഴ്ചയും വന്ന് ചെയ്യണം, ഞായറാഴ്ചയും വന്ന് ചെയ്യണം. അതോടെ ഇത് മാറിയിരിക്കും. ആദ്യത്തെ ദിവസം ചെയ്യുമ്പോഴേ മാറ്റം അറിയാം. ഈ ആദ്യം വന്നവര് 2ാമത്തെ ദിവസം, അതായത് ശനിയാഴ്ച വന്നവര്, അതിന് ഈ ശനിയാഴ്ച എന്തായാലും വരണം. ശനിയാഴ്ചയാണ് പുതിയ ആളുകൾ വരേണ്ടത്. ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച വേണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വേണം പോകാൻ. അതായത് ശനിയാഴ്ചത്തെ ട്രീറ്റ്മെന്റ് അല്ല, ഞായറാഴ്ച അല്ല. ആദ്യത്തെ ദിവസം നമ്മൾ പച്ചമരുന്ന് വെച്ച് പിടിക്കുന്നു, 2ാമത്തെ ദിവസം വെറ്റില വെച്ച് പിടിക്കുന്നു. അതായത് പുതിയ ആളുകൾ എപ്പോഴും ശനിയാഴ്ച തന്നെ വരണം. ശനിയാഴ്ച തന്നെ വരും. പിന്നെ പറയാതെ വരുന്ന ആൾക്കാരുണ്ട്, അവരെന്തായാലും വേദനയായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ പിടിച്ചു വിടും. അല്ലാതാണെങ്കിൽ അവർ അടുത്ത ആഴ്ച വരാൻ പറയും. വിളിച്ചു പറയുന്നവരൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച വരാൻ പറയും.
ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ വിളിച്ചാലും ശനി ഞായറും മാത്രമേ ഉള്ളൂ, ബുക്കിംഗ് ഒന്നുമില്ല. ബുക്കിംഗ് ഒന്നുമില്ല, വന്നാൽ മതി. വരുന്നതിനനുസരിച്ച് നമ്മൾ ആളിനെ പിടിച്ചു ചെയ്യുകയാണ്. അത് ഏതൊക്കെ അസുഖങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തോളിന് വേദന, കാലിന് മുട്ടിന് വേദന, കൈക്ക് വേദന, കൈ ഒട്ടും പൊങ്ങാത്തൊക്കെ ആണെങ്കിൽ കൈ നന്നായിട്ട് നൂത്ത് കൊടുത്തു വിടും. പിടലിനൊക്കെ വേദന ഉണ്ടെങ്കിൽ, തുടയ്ക്ക് വേദന ഉണ്ടെങ്കിൽ, കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ കൈ കൊണ്ട് തൊട്ടാൽ മതി, മാറിക്കോളും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ട് നാടിനും സമൂഹത്തിനും ഒരു നല്ല നന്മയാണ്. കാരണം പറഞ്ഞാൽ ഈ വന്ന കാലത്ത് എല്ലാവരും രോഗത്തിന് വേണ്ടി, രോഗം എന്ന് പറയാകത്തില്ല, ഇതൊരു ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗമാക്കി ഹോസ്പിറ്റലുകളൊക്കെ കൊള്ളയായിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് പേരോട് പറയുന്നുണ്ട്, ആദ്യമേ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പോകുന്ന ഏറ്റവും നല്ലത്. കാരണം അതിന് മുന്നേ ചെല്ലുമ്പം പറയാം, ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്യണം. അതിനകത്ത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകൾ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്. കാരണം പിന്നെ തേയ്മാനം എന്ന് പറയും, ഡോക്ടർമാർ പറഞ്ഞ് തേയ്മാനം എന്ന് പറയും. പക്ഷെ തേയ്മാനം ഇല്ല. നമുക്ക് തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയിലയും വേപ്പിലയും അരച്ച് തേക്കാൻ പറയും. അത് തേച്ച് അവർ വീട്ടിൽ തന്നെ തോരെ അങ്ങനെ ചെയ്യാൻ പറയും. അപ്പം കാരണം കംപ്ലീറ്റ് വെള്ളം അങ്ങ് പോകും, വെള്ളം കെട്ടിക്കിടക്കുന്നതാ. അപ്പോൾ ആ വെള്ളം മൊത്തം പോയി കഴിയുമ്പോൾ സാധാ കാല് പോലെ ആവും. നമ്മുടെ കാലിൻ്റെ മുട്ടിനൊക്കെ ഭയങ്കര നീരാട്ടൊക്കെ വരുമല്ലോ. അവർക്കൊക്കെ ഞാൻ മുരിങ്ങയിലും വേപ്പിലയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നീരങ്ങ് മാറും, നീര് മാറും, നീര് മാറുകയും ചെയ്യും. പിന്നെ കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനും വളയ്ക്കാനും പറ്റും. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരികയും ചെയ്യും. അതായത് ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞ കേസുകളും അതേപോലെ തന്നെ ഈ കണ്ടമാനം കാശ് ചിലവാക്കി, അതായത് സാമ്പത്തികം ഉള്ളവരും കാണും, സാമ്പത്തികം ഇല്ലാത്തവരും. പക്ഷേ വേദന എല്ലാവർക്കും ഒരേപോലെയാണ്. അതിന് സാമ്പത്തികം ഇല്ലാത്തവർക്കായാലും സാമ്പത്തികം ഉള്ളവർക്കായാലും നമ്മുടെ വേദന മാറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതിന് 1 രൂപ പോലും വാങ്ങിക്കാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അന്നേരം പുത്തൂർ എസ്.എൻ. പുരത്താണ് ഈ വീടുള്ളത്. അതിന് ചേച്ചിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജന്മസിദ്ധമായ ഒരു കഴിവ്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കഴിവാണ്, ഒരു ദൈവീകതയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയൊക്കെ പോയി ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ കണ്ടമാനം കാശ് കളഞ്ഞവരുണ്ടെങ്കിൽ അതിൻ്റെ വേദന മാറുമ്പം നമുക്ക് പറ്റുന്നതിൻ്റെ വിട്ടുള്ളൊരു സഹായം. ഈ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കും ജീവിക്കണം. ഇതാണ് ഒരു വരുമാനം അല്ലേ? ഞാൻ അതുകൊണ്ടല്ല, പിന്നെ ഞാൻ ഈ ഒരു വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത്. ഞാൻ റബ്ബർ വെട്ടിയാ ജീവിക്കുന്നത്. കണ്ടോ, ഡോക്ടറും വൈദ്യുതിയൊന്നും അല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, റബ്ബർ വെട്ടിയാണ് ജീവിക്കുന്നത്. അന്നേരം ഇതൊരു വരുമാനമായിട്ട് കാണുന്നതേ ഇല്ല. അതുകൊണ്ടാണ് പൈസ വാങ്ങിക്കാത്തത്. അതുകൊണ്ടാണ് മേടിക്കാത്ത. കാരണം മറ്റുള്ളവർ വേദന മാറട്ടെ എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് എന്താ വാഴപ്പോളയാ ഉപയോഗിക്കുന്നത്? ഇത് പാളാന്തോടന്റെ വാഴപ്പോള. ഈ പാളാന്തോടനല്ലാതെ വേറെ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേദന അസുഖം മാറത്തതുമില്ല. വെരി ഗുഡ്. അന്നേരം ഇതിനകത്തൊക്കെ ഒരു ശാസ്ത്രമുണ്ട്, അതിലുപരി ദൈവികതയുണ്ട്. അന്നേരം എവിടെ ഉള്ളവർക്ക് ഞാൻ ഈ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ വെച്ചിരിക്കാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം. അതേപോലെ ആദ്യമായി വരുന്നവർ ശനിയാഴ്ച തന്നെ വരിക, അല്ലാത്തവർ ശനിയാഴ്ച വന്നവർ ഞായറാഴ്ചയും വരണം. 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. ആ 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറിയിരിക്കും, 100% ഉറപ്പാണ്. മാറ്റം അറിയാൻ പറ്റും. അതാണ് ഈ ആളുകളൊക്കെ പറയാറുണ്ടോ മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓരോരുത്തർ പൈസ വാങ്ങിക്കാത്തതുകൊണ്ട് ഓരോരുത്തർ എനിക്ക് ഓരോന്നൊക്കെ കൊണ്ട് തന്നിട്ട് ഈ അസുഖം മാറി കഴിയുമ്പോൾ അവര് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരും. നമുക്ക് അരി ആയാലും പച്ചക്കറി ആയാലും വലിയ ഉപകാരങ്ങളൊക്കെ തന്നിട്ടുണ്ടോ? അങ്ങനല്ല, പണമായിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടേ ഇല്ല. സത്യമായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല, ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. കാരണം എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും പൈസ വാങ്ങിക്കാൻ. അതുകൊണ്ടാണ് ഈ കയ്യെ വാങ്ങിക്കാതിരിക്കാനാണ് വഞ്ചി വെച്ചേക്കുന്നത്. കയ്യെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്റെ ഫലം നഷ്ടപ്പെടും. ആ ഒരു പേടിയുണ്ട്, നമ്മുടെ ആ ശക്തി പോകുന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വഞ്ചി വെച്ചിരിക്കുകയാണ്. ഈ വഞ്ചിയിലെ പൈസ നമ്മൾ എടുക്കത്തില്ലേ? അതൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കും. പാവങ്ങൾക്ക് സഹായിക്കതേ. ഈ വഞ്ചിയിലെടുത്ത പൈസയും ചേച്ചി ഉപയോഗിക്കാറില്ല. ചേച്ചി അധ്വാനിച്ച പൈസയും കൊണ്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് ചേച്ചിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാവങ്ങൾ ഇനിയും വേറെ ഉണ്ടോയെന്ന്. ആ പാവങ്ങൾക്ക് അത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ 1 സെന്റിന് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. കാരണം കഥവായാലും കട്ടളയും ജനലും നാട്ടുകാർ തന്നത്. ഈ കട്ടകളെല്ലാം നാട്ടുകാർ തന്നത്. ചേച്ചി ഇവിടുന്ന് നാട്ടുകാർ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർ വിടത്തില്ല. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ഒരു വിശ്വാസമുണ്ട് എന്നോട്. ഞാനും അതേപോലെയാണ് ഇവിടെയുള്ള നാട്ടുകാരോടും പെരുമാറുന്നത്. എന്നോടും അതേപോലെ. നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അയലോക്കത്ത് പോലും നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ്. ചേച്ചി എന്ന് മാത്രമല്ല ഒരു വൈദ്യ എന്താ പറയുക, ശ്രീ വൈദ്യരെന്നാ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം. എന്തോ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച് ചോദിക്കാം. പണ്ട് ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതേപോലെ തിരക്കുമായിരുന്നു അല്ലേ? ഭയങ്കര തിരക്കായിരുന്നു. അന്നേരം അത് കാരണമൊക്കെയാണ് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ശനിയും ഞായറും മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും പോയി അവർക്ക് പണിയാനൊന്നും പോകാൻ പറ്റുന്നില്ല. പണ്ട് ചേട്ടനൊക്കെ ഭയങ്കര എതിരായിരുന്നില്ലയോ?
ഇങ്ങനെ ആള് കൂടുന്നതന്നെ. അത് തന്നെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. കാരണം എനിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ പറ്റാതെ വന്നപ്പോഴത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. സമയത്തിന് ആഹാരം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതായെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഒരു അത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഫലം കിട്ടുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തും. അതേപോലെ പിന്നെ അതെങ്കിൽ ആവശ്യമുള്ളവർ നേരിട്ട് വിളിച്ചാൽ മതി. അന്നേരം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. പാവങ്ങൾക്ക് അസുഖം മാറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അത് ഷെയർ ചെയ്യാതിരിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.